ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുൻപിൽ ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് വായിക്കാം ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യം. നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും, നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരി തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. മതി. നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ അടിമ വീടായ മിസ്രയീം, നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിക്കാം. 4-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് 4-ാം അധ്യായം 9-ാം വാക്യം. കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും. കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കരുത്. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിക്കുവാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. മതി. നിന്നെ തന്നെ ജാഗ്രതയോടെ സൂക്ഷിച്ചു കൊള്ളുക. കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അക്കമിട്ട് പരിശുദ്ധാത്മാവ് ഇസ്രായേൽ ജനത്തോട് ബന്ധത്തിലാണെങ്കിലും നമ്മോട് സംസാരിക്കുന്നു. ആമേ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കരുത്. 103-ാം സങ്കീർത്തനത്തിൽ എന്താ വായിക്കുന്നത്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ നിന്റെ അകൃത്യം മോചിച്ചു തന്നിരിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു. 3-ാമത്തെ, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. 4-ാമത്, നിന്നെ കരുണയും ദയയും നിന്നെ അണിയിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം ചെയ്ത ദൈവത്തെ ആമേൻ നാം മറക്കരുത് എന്നുള്ള ചിന്തയാണ് ഇന്ന് ഈ വിശുദ്ധ സഭാരാധനയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. നമ്മുടെ ദൈവജനം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു, നാം ദൈവത്തെ മറന്നു പോകരുത്. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്. ദൈവജനം മറക്കുവാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ഈ മറക്കുവാൻ കഴിയുന്നത് എൻ്റെ ചിന്തയിൽ ദൈവജനമൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് തന്ന ആ വീക്ഷണത്തിൽ ഞാൻ പറയട്ടെ, ദൈവത്തെ നമ്മൾ സ്നേഹിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തെ മറന്നു പോകുന്നത്. എത്ര പേര് യോജിക്കുന്നു എനിക്കൊന്നും അറിയില്ല. ദൈവത്തെ നമ്മൾ പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തെ മറക്കുന്നു, ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറന്നു പോകുന്നു. ആമേൻ. നിങ്ങളൊന്ന് നോക്കിയേ, ഞാൻ ഉൾപ്പെടെ പറയട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഞാൻ പറയാം ഒരു കുറേ കാശ് നമ്മളോട് കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുന്നോ മറന്നാലും നമ്മൾ കൊടുത്തോ മറക്കത്തില്ല. എന്നാൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? മറന്നു പോകുകയാണ്. ചില ദൈവദൂത് ചില പ്രവാചകന്മാരിൽ കൂടെ തലയെ വെച്ച് പറയുമ്പോഴോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പിന്നാണ് നമ്മൾ അയവരക്കുന്ന അയ്യോ ദൈവം വിടുവിച്ച വിധങ്ങൾ ഒത്തിരി പിന്നാമ്പുറം ഉണ്ടായിരുന്നല്ലോ. ഇതെല്ലാം നമ്മൾ മറക്കുവാൻ കഴിയരുത്. മറന്നു കഴിഞ്ഞാൽ ആർക്കാ നഷ്ടമെന്നറിയാവോ? നമുക്കാ നഷ്ടം. ദൈവത്തിനൊരു നഷ്ടവുമില്ല. നമ്മുടെ അനുഗ്രഹങ്ങൾ തടയപ്പെടും. ഹല്ലേലൂയ. നമ്മൾ ട്രാക്റ്റ് കൊടുക്കുമ്പോൾ, ഒരുപക്ഷെ സുവിശേഷം സംസാരിക്കുമ്പോൾ സുവിശേഷ വിരോധികൾ നമ്മെ അപായപ്പെടുത്തുന്നതൊക്കെ നമ്മൾ മരണം വരെയും ഓർക്കും കേട്ടോ. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ മറന്നുപോയി. ഏതാണെന്നറിയാവോ? നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാ. വേദനയുടെ ആമേൻ അനുഭവത്തിലൂടെ കടന്നുപോയ പല സന്ദർഭങ്ങളും ദൈവം വിടുവിച്ചിട്ടില്ലേ? നിന്റെ രോഗശയ്യയിൽ ദൈവം വിടുവിച്ചിട്ടില്ലേ? കടഭാരത്തിൽ നിന്ന് ദൈവം വിടുവിച്ചിട്ടില്ലേ? നിന്റെ തലമുറയുടെ ചില വിഷയത്തിന്മേൽ ദൈവം വിടുതൽ നൽകി തന്നിട്ടില്ലേ? ഇന്ന് പകൽക്കാലം മറക്കരുത്. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കരുത്. ഹല്ലേലൂയ. ഒരുപക്ഷെ കടഭാരമാകാം. ബാങ്ക് വന്ന് ജപ്തി ചെയ്യേണ്ട അനുഭവം വന്നു. അതിൽ നിന്നും വിടുവിച്ച ചില ജീവിതങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാ. അത് നീ ഓർക്കണം. ചില വിഷയങ്ങൾ അല്പം താമസിക്കുമ്പോൾ ദൈവത്തോട് പിറുപിറുക്കുകയാണോ? ഹല്ലേലൂയ. ചില വിഷയത്തിന്മേൽ അല്പതാമസം കർത്താവ് നൽകി തരുമ്പോൾ പഴയതങ്ങ് മറക്കുകയാണോ? ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കരുത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ നീ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും നമ്മൾ മറക്കരുത്.
നീ അത് ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നത് അത് തന്നെയല്ലേ? നീ തൃപ്തി പ്രാപിച്ച് നീ സന്തോഷത്തോടെ ഇന്നിരിക്കുമ്പോൾ നിന്നെ കൊണ്ടുവന്ന വഴി എത്ര നീ ഒന്ന് നോക്കിക്കോണം. അന്ന് ചെയ്തത് നീ കണ്ണാലെ കണ്ടിട്ടുള്ളത്, നിന്നെ വിടുവിച്ച വിധങ്ങള് അനവധിയ. അക്കമിട്ട് പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാനാണ് പരിശുദ്ധാത്മാവ് ഇത് നൽകി തരുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകൾ എന്തെല്ലാം എന്ന് ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? ദൈവം ചെയ്ത നന്മകൾ നാം പലപ്പോഴും മറന്നു പോകുന്നുണ്ടോ? മറന്നു പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ നമ്മൾ ഒന്ന് മടങ്ങി വരാനാ. പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, ആരെങ്കിലും നമ്മോട് കടം വാങ്ങിയ കാശൊന്നും നമ്മൾ മറക്കാതിരിക്കുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചില വാക്കുകൾ ഉപയോഗിച്ചത് അത് നമ്മൾ മറക്കാതിരിക്കുക. എന്നാൽ മറക്കേണ്ട കാര്യങ്ങൾ മറക്കണം കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ ഓർക്കേണ്ട കാര്യങ്ങൾ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറന്നു പോകരുത്. ഹല്ലേലൂയ. നിന്റെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചത് നീ ഓർക്കണമെന്നല്ലേ ഇസ്രായേൽ ജനത്തോട് ആവർത്തന പുസ്തകത്തിലൊക്കെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറന്നുപോയാൽ ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ അനുഗ്രഹങ്ങൾ തടയപ്പെടും. ഒരു കാര്യം നിശ്ചയമാണ്, ദൈവത്തെയും ദൈവം ചെയ്ത ഉപകാരങ്ങളെയും മറന്നു പോകുന്നത് കൊണ്ട് ദൈവത്തിന് നഷ്ടമല്ല, നമുക്കാണ് നഷ്ടം. അതുകൊണ്ട് നാം തിരിച്ചറിയണം മറന്നു പോകാൻ കാരണം. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സ്നേഹം, ആമേൻ, നമ്മുടെ അപ്പനോടുള്ള സ്നേഹം കുറഞ്ഞു എന്ന് സമ്മതിക്കണം. നമ്മൾ മടങ്ങി വരുവാനാ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. രണ്ടാമത് ഞാൻ ഈ മറന്നു പോകാനുള്ള കാരണം, ആമേൻ, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോഴേ പിശാചിൻ്റെ ഭയങ്കര ഒരു തന്ത്രം അതിൻ്റെ അകത്തുണ്ട്. പിശാച് എപ്പോഴും നമ്മളെ മറവിയോട് നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ, ദൈവത്തിന് നന്ദി അപ്പോൾ ഓർക്കുമ്പോഴല്ലേ നന്ദി കരയറ്റാൻ പറ്റത്തുള്ളൂ. അതല്ലേ 103-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന, എന്മനമേ നീ യഹോവയെ വാഴ്ത്തണം, എൻ്റെ സർവ്വ അന്തരംഗമേ നീ എന്ത് ചെയ്യണം? ദൈവത്തെ വാഴ്ത്തണം. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കാതിരിക്കുമ്പോഴല്ലേ നമുക്ക് വാഴ്ത്താൻ കഴിയത്തുള്ളൂ. ഒന്ന് ഓർത്ത് നോക്കിയാൽ കണ്ണുനീരോട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയത്തില്ലേ? ഹല്ലേലൂയ. എന്നാൽ ചില വിഷയത്തിൻ്റെ മുഖത്ത്, ആമേൻ, ചില സംസാരത്തിൻ്റെ മുഖത്തോ ഏത് സാഹചര്യങ്ങളിലോ ഒക്കെ നമ്മൾ ആരാധന കുറയ്ക്കുന്നു, സ്തുതി കുറയ്ക്കുന്നു, ആരാധനയ്ക്ക് മനസ്സ് മടുക്കുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ വിചാരിച്ചോണം, സ്വർഗീയ അപ്പനോടുള്ള സ്നേഹം എവിടെയാ? ഹല്ലേലൂയ. സ്വർഗീയ അപ്പനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മറന്നു പോകാൻ കാരണം പിശാചിൻ്റെ ഭയങ്കര തന്ത്രമുണ്ട്. ദൈവം ചെയ്ത ഉപകാരത്തെ മറക്കുക എന്നുള്ളത്. ആ ഉപകാരങ്ങൾ ഓർക്കാതിരിപ്പാൻ, അതേ പറയാതിരിപ്പാൻ, അതേ മനസ്സിനെയും നാവിനെയും ബന്ധിക്കുന്ന ഒരു അനുഭവം പിശാച് ചെയ്യും. അത് നമ്മൾ തിരിച്ചറിയണം. അതാണ് എനിക്ക് രണ്ടാമത് പറയുവാനുള്ളത്. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. വായിക്കാം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. നോക്കിയേ, ഈ ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം. ആരാ ഈ ലോകത്തിൻ്റെ ദൈവം? പിശാചാണ്. ഈ ലോകവും അവൻ്റെ അധീനതയിൽ താൽക്കാലികമായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം, ആമേൻ, അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ വിശ്വാസികളുടെ മനസ്സല്ലല്ലോ അത്. ആമേൻ, വിശ്വാസികളാണെന്ന് നമ്മൾ പറയുകയും ചെയ്യും. ദൈവം നമ്മുടെ മനസ്സിനെ തുറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ നിലയിൽ നമുക്ക് മറക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തെ ഓർക്കാതെ മറന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ അവിശ്വാസികളുടെ കൂട്ടത്തിലാണ്. അപ്പോൾ അവിശ്വാസികളുടെ അവിടെ വായിക്കുന്ന അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കും പിശാച്. ആമേൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പിശാച് എന്ന് പറയുന്ന ആരാന്ന് നമുക്ക് തിരിച്ചറിയണം. അവൻ അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിപ്പാനും വരുന്നത്. നമ്മുടെ മനസ്സിനെ കുരുടാക്കി കഴിഞ്ഞാൽ അവന് മനസ്സിലാകും, ആമേൻ, അവൻ ദൈവത്തിന് നന്ദി കരയറ്റുവാൻ പോകുന്നില്ല. ചില വിഷയങ്ങളിൽ അവൻ തൊട്ടാവാടി പോലെ ആമേൻ, അവൻ വാടുവാനും അവൻ കഴിയും. പിന്നെ അവൻ്റെ ആരാധനയെല്ലാം പോകും എന്നൊക്കെ പിശാചിന് അറിയാവുന്നത് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ദൈവത്തിന് നന്ദി കരയറ്റുവാൻ കഴിയാതെ നമ്മുടെ മനസ്സിനെ, ആമേൻ, എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ കുരുടാക്കും. നമ്മുടെ കാഴ്ചപ്പാടിനെ കുരുടാക്കും. ഹല്ലേലൂയ. ആ നിലയിൽ
നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ആമേൻ ആമേൻ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമാധാനത്തെ, നമ്മുടെ സ്വസ്ഥതയൊക്കെ പിന്നെ അവൻ കൊള്ളയടിക്കും. ഇതാ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. പിശാച് എപ്പോഴും കൊള്ളയടിക്കുന്നവനാ. ആമേൻ. അവൻ നമ്മുടെ ഭവനത്തിലെ വിലപ്പെട്ട വസ്തു ഒന്നും മോഷ്ടിക്കാനല്ല വരുന്നത്. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതൊന്നും അവന് വേണ്ട. അതൊന്നും അല്ല ആവശ്യം. നമ്മുടെ സ്വസ്ഥതയെ, നമ്മുടെ സമാധാനത്തെ, ആമേൻ, നമ്മുടെ കാഴ്ചപ്പാടിനെ, നമ്മുടെ മനസ്സിനെ ഒക്കെ അവൻ കൊള്ളയടിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയമായി ദൈവത്തെ ഏത് കാലഘട്ടത്തിലും ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്താൻ നീ സന്നദ്ധനാണോ? നീ പരിശോധിക്കണം. ഞാൻ ഉൾപ്പെടെ പറയട്ടെ, ഞാൻ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞാൻ മാറുകയാണ് ക്രമേണ. ഹല്ലേലൂയ. അതാണ് അവിടെ വായിക്കുന്നത്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കാതിരിപ്പാൻ മനസ്സിനെ, ബുദ്ധിയെ കുരുടാക്കുന്നു. ആമേ. സമാധാനം കൊള്ളയടിക്കുന്നു. നമ്മെ അവൻ ആക്രമിക്കുന്നത് ഈ നിലവാരത്തിലും ആക്രമിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ആമേൻ ഈ 116 സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അതിന്റെ 116 സങ്കീർത്തനം 16 വാക്യം നിർത്തി. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ളതാണെങ്കിലും, യഹോവേ ഞാൻ നിന്റെ ദാസനാകുന്നു, യഹോവേ ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നിന്റെ ദാസിയുടെ മകന് തന്നെ. അടുത്ത നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. നമ്മൾ ദൈവമക്കൾ വിശ്വാസികള് ആരാ? ബന്ധനങ്ങളെ അഴിക്കപ്പെട്ടവരാണ്. ഇനിയും ബന്ധനവുമായിരിക്കരുത്. നമ്മുടെ വായ ബന്ധിപ്പിക്കുന്ന പിശാചിനെ നമ്മൾ തിരിച്ചറിയണം. അവനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുമ്പോൾ നമ്മൾ ആരാണ്? നമ്മുടെ ബന്ധനങ്ങൾ അഴിയപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ 116 സങ്കീർത്തനത്തില് 16 വാക്യത്തിൽ കാണുന്നു, നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്യും? സ്തോത്രയാഗം കഴിച്ചു. സ്തോത്രയാഗം കഴിച്ചു എന്ന് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ സ്തോത്രത്തിന് പിന്നെ കുറവില്ലെന്ന് ആമേ അവിടെ കാണുന്നു. പിന്നെയും ദൈവത്തെ യാഗം കഴിക്കുവാൻ ഒരു കുറവും അവനിൽ കാണുന്നില്ലെന്ന്. ഇതാണ് ഭക്തൻ, ഇതാണ് ഭക്തമതി. ഹല്ലേലൂയ. അതെ, ആ സ്തോത്രയാഗം കഴിച്ചു. അടുത്ത വാക്യം, യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യെരൂശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുക മാത്രമല്ല, ഇത് സകല ജനവും കാണുക കഴിക്കും. എന്ത്? ആമേൻ. ഞാൻ എന്റെ രക്ഷയുടെ ദൈവത്തെ കുറിച്ച് ഞാൻ പാടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അയ്യോ വയ്യ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ ഉണ്ടാകും. ഇല്ലെന്നല്ല. ഈ ശരീരത്തിൽ, ഈ ജഡത്തിൽ ഈ വസിക്കുന്നിടത്തോളം ചില രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരും. അവിടെ തളർന്നിരിക്കാനല്ല. ഹല്ലേലൂയ. നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ, ദൈവത്തെ നീ വാ തുറന്ന് സ്തുതിക്കുവാൻ, ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ, അനേകരോട് സുവിശേഷം പറയുവാൻ നിന്നിലൂടെ ദൈവം ആഗ്രഹിക്കുമ്പോൾ സാത്താൻ നിന്നെ ബന്ധിക്കുവാൻ നീ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. 7 വാക്യം വായിച്ചേ. 7 വാക്യത്തോട് താഴോട്ട് വായിച്ചേ. ഒന്നുകൂടെ മനസ്സിലാക്കാൻ കഴിയും. എന്മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. അസ്വസ്ഥതയൊക്കെ വിട്ടുകളഞ്ഞേര്. ഒരു ജോലി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അസ്വസ്ഥത കൊണ്ട് ഇരിക്കരുത്. ഹല്ലേലൂയ. നിനക്ക് സ്വസ്ഥത ദൈവം നൽകിയിരിക്കുകയാ. യെസ്, അവിടെ വായിക്കുന്നു, എന്മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഉപകാരം ചെയ്തിരിക്കുന്നു. ഉപകാരം ചെയ്യാത്ത ഒരു വ്യക്തി ഇവിടെ ഇല്ല കേട്ടോ. ഹല്ലേലൂയ. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. എത്രയോ ഉപകാരങ്ങൾ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. എണ്ണി എണ്ണി പറയുവാൻ കഴിയുന്ന ദൈവജനമായി ഇവിടെ ഇരിക്കുന്നത്. യഹോവ ചെയ്ത ഉപകാരങ്ങളെ നീ മറക്കരുത്. ഹല്ലേലൂയ. ആമേ. എന്താ ഉപകാരമാണ്? 8 വാക്യം വായിച്ചേ. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും. പ്രാണനെ എത്രയോ പ്രാവശ്യമോ വഴുതി പോകുന്നത്. നിന്റെ ഡ്രൈവിംഗിന്റെ മിടുക്കോ, നിന്റെ ബൈക്ക് ഓടിക്കുന്ന മിടുക്കോ ഒന്നും അല്ല. നിന്നെ നീക്കുപോക്ക് തന്ന് രക്ഷിച്ച, നിന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച, ജീസസ്, നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ച, നിന്റെ കണ്ണുനീരിൽ നിന്ന് ഹല്ലേലൂയ. നിലവിളി നിന്റെ ഭവനത്തിൽ ഉയരേണ്ടതാ. കണ്ണുനീര് നിന്റെ ഭവനത്തിൽ ഉയരേണ്ടതാ. എന്നാൽ നിന്നെ അതിൽ നിന്ന് വിടുവിച്ചില്ലേ? ചില വിഷയത്തിന് മുഖത്ത് നീ ഭാരപ്പെട്ടിരിക്കുകയാണോ? പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നീ ഭാരത്തോട് ഇരിക്കുകയാണോ? നീ നിരാശയോട് ഇരിക്കുകയാണോ? നിന്റെ നിരാശ വലിച്ചെറി. Yes. Hallelujah.
ആമേൻ. അടുത്ത 9-ാം വാക്യം മുതൽ വായിച്ചേ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ മുൻപാകെ നടക്കും. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. അപ്പുറത്തെ ഇരുന്ന അമ്മാമ്മ എന്നോട് മിണ്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ആരാധന മുടക്കത്തില്ലെന്ന്. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ എനിക്ക് ചെയ്ത ഉപകാരങ്ങളെ ഞാൻ വർണ്ണിക്കാൻ എഴുന്നേൽക്കും, നടക്കുമെന്ന്. യെസ്, നീ ഭവനത്തിൽ മൂലയ്ക്ക് കുത്തിയിരിക്കുകയല്ല. എല്ലാവരും വല്ലതും പറഞ്ഞുകൊണ്ട് നിന്റെ രക്ഷയെ നീ നഷ്ടമാക്കുവാനല്ല. യെസ്, ഹല്ലേലൂയ. അടുത്ത വാക്യം. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. കണ്ടോ, നിന്റെ ചുറ്റുപാടുകളൊക്കെ പറയും, നീ ദൈവത്തെ ആരാധിക്കുമ്പോഴും പറയും, നീ എന്താ വലിയ കഷ്ടതയിലല്ലേ, ഇങ്ങനെ ആരാധിക്കണോ, ഇത്രയും പ്രാർത്ഥന വേണോ, ഇത്രയും സ്തോത്രം പറയണോ എന്നൊക്കെ പറഞ്ഞ് വഴിക്കും. കേട്ടോ, വായിക്കുന്നതാണോട്ടോ. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു. സകല മനുഷ്യരും ഭോഷ്ക് പറയാ. കാര്യം എന്താണെന്നറിയോ? നിന്റെ ആത്മീയ മുന്നേറ്റത്തെ ഇഷ്ടപ്പെടാത്തവരാ. നീ ഹല്ലേലൂയ പിശാച് അവരെ കരങ്ങൾ ഉപയോഗിക്കുന്നതാ. നീ അവരെ ജയിക്കണം. താഴോട്ട് വായിച്ചേ. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾ അവന്റെ ഹൃദയം അപ്പോഴാ തുറന്നത്. ദൈവം എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും എന്താ ചെയ്യുന്നത് അവിടെ പറയുന്നു. ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ എന്ത് പകരം കൊടുക്കും? ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് എന്ത് പകരമാണ് നമ്മൾ കൊടുക്കുവാനുള്ളത്? ഇന്ന് പകൽക്കാലം ഒന്ന് വിചിന്തനം ചെയ്യണമേ. എന്ത് പകരം ഞാൻ കൊടുക്കോ? ഹല്ലേലൂയ. എത്രയോ അനർത്ഥങ്ങൾ വഴിമാറി വിട്ടില്ലേ, എത്രയോ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ വഴിമാറി വിട്ടില്ലേ. ആമേൻ, ഹല്ലേലൂയ. അർഹിക്കാത്ത ചില നന്മകൾ നൽകി തന്നില്ലേ. കൊള്ളയടിക്കുവാൻ വന്ന പിശാച് നിന്നെ നോട്ടമിട്ട സ്ഥാനത്ത് ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുവാൻ അനുവാദം ചോദിച്ച പത്രോസിനെ പോലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങിയില്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തം ജയം. ആമേൻ. എന്താ അവിടെ ചെയ്യേണ്ടത്? വായിച്ചാട്ടോ അവിടെ. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത്. നീ രക്ഷിച്ച ദൈവത്തെ ആ പാനപാത്രം നീ എടുക്കണം. കേട്ടോ, നിന്നെ വിടുവിച്ച ദൈവം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുവാൻ സുവിശേഷമായി നീ എഴുന്നേൽക്കണം. രക്ഷിച്ച ദൈവത്തെ രക്ഷയുടെ പാനപാത്രം ഒന്ന് എടുക്കണം. ഹല്ലേലൂയ. രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവയുടെ നാമം നീ വിളിച്ചപേക്ഷിച്ചോണേ. ഹല്ലേലൂയ. പിറുപിറുത്തിരുന്ന ഹല്ലേലൂയ നിരാശപ്പെട്ട് നീ മൂലയിൽ ഇരിക്കുവാനുള്ളവനല്ല. നീ പുറത്തു വരണം. നീ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ നീ മറക്കാതെ മറ്റുള്ളവരോട് നീ വിളിച്ചു പറയണം. ആമേൻ. നിന്റെ നാവ് ദൈവത്തിന്റെ നാവാ. നീ ഉത്തമമായത് സംസാരിക്കണം, അധമമായത് ഒഴിവാക്കണം. നിന്നെ എന്റെ നാവ് പോലെ ആക്കുമെന്ന് പറഞ്ഞ ഒരു കർത്താവുണ്ട്. നിന്റെ അധികാരമുണ്ട് ആ നാവിന്മേലെ. ആ അധികാരത്തിന്റെ മുൻപിൽ പിശാചിന്റെ പ്രവൃത്തി അഴിയും. ഹല്ലേലൂയ. കൊള്ളയടിക്കാൻ വരുന്ന പിശാച് അവൻ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. യഹോവയുടെ ആ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ച് അപേക്ഷിക്കും. അടുത്ത വാക്യം. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. ഇത് സകല ജനവും കാണുക കഴിക്കണം. ഹല്ലേലൂയ. ഇത് സകല ജനവും കാണുക കഴിക്കാനുള്ളതാണ്. എന്തുവാ? നിന്നെ രക്ഷിച്ച വിധങ്ങള്, നിന്നെ വീണ്ടെടുത്ത വിധങ്ങള് ഒരു കാലത്ത് ഒന്നിനും കൊള്ളരുതാത്തവരായിരുന്നു, പാപത്തിന് അടിമകളായിരുന്നു, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു, അമ്മ ഫറവോന് അടിമത്തമായിരുന്നു. അതിൽ നിന്ന് വിടുവിച്ച വിധങ്ങള് മറ്റുള്ളവരോട് നീ വിളിച്ചു പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ വിളിച്ചു പറയുവാൻ ഹല്ലേലൂയ ആമേൻ കർത്താവ് നമ്മിൽ കൂടെ ആഗ്രഹിക്കുകയാണ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നന്ദിയോടെ ഞാൻ സ്തുതി പാടി നന്ദിയോടെ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ.
ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശീർവാദം. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സ്നേഹവും കൃപയും കാവലും കൂട്ടായ്മ അനുഗ്രഹവും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും ആമേൻ വചനം സംസാരിച്ച കർത്താവിന്റെ അഭിഷക്തന്മാരുടെ മേലും അപ്പോൾ തന്നെ വന്നു ചേർന്ന എല്ലാവരുടെ മേലും മടക്കയാത്രയിലും തുടർന്ന് നടക്കുന്ന ആമേൻ ഹല്ലേലൂയ അത് ലോക്കൽ ബോഡി മീറ്റിംഗിനും ലോകമെമ്പാടുള്ള സകല വിശുദ്ധന്മാരുടെ മേലും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ